ആഗ്രയിൽ നിന്ന് ഡൽഹിയിലേക്കുള്ള യാത്രയിൽ നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് നോയിഡയിലാണ്. നോയിഡ എന്ന് പറഞ്ഞൊരു ഹൈടെക് സിറ്റിയാണ്. അപ്പോൾ ഒരു മോഡേൺ സിറ്റിയാണ്. അപ്പോൾ നമ്മളിതാ പെട്രോൾ അടിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ നിർത്തിയായിരുന്നു. She's sweet as candy. I know you wanna be with her, but Josie got a reputation to scratch behind that curve. She think she's sweet as candy. I know you wanna be with her, but Josie got a reputation to scratch behind that curve. She think she's sweet as candy. I know you wanna be with her, but Josie got a reputation to scratch behind that curve. She നമ്മൾ ഡൽഹി എത്തിയിരിക്കുകയാണ്. ഒരു രക്ഷയില്ലാത്ത ട്രാഫിക്കാണ്. അപ്പോൾ നമ്മൾ റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്ത് വരെ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ രാജാവ് ഹോട്ടൽ നോക്കിക്കൊണ്ടിരിക്കുന്നത് കണ്ടോ. ഇവിടുന്ന് അങ്ങോട്ട് രണ്ട് ഭാഗത്തും കാണുന്നത് കംപ്ലീറ്റ് ഹോട്ടൽസാണ്. അപ്പോൾ രാജാവ് പണ്ട് നിന്ന ഹോട്ടലുണ്ട്, ആ ഹോട്ടൽ തിരഞ്ഞ് കണ്ടുപിടിക്കുകയാണ്. ഒരു ബാൽക്കണിയൊക്കെ ഉള്ള ഹോട്ടലിലാണ് പറഞ്ഞത്, പക്ഷേ നമുക്ക് പിടുത്തം കിട്ടണില്ല. അപ്പോൾ ഇനിയിപ്പോൾ ഹോട്ടൽ റൂം എടുത്തിട്ട് പെട്ടെന്ന് കയറണം. നല്ല ടയേർഡാണ്, കാരണം അത്രയും ട്രാഫിക്കായിരുന്നു. ആഗ്ര ടു നോയിഡ ഒരു അടിപൊളി എക്സ്പ്രസ് വേ ഉണ്ടായിരുന്നു. 8 വരി പാതയായിരുന്നു. ഒരു രക്ഷയില്ലാത്ത എക്സ്പ്രസ് വേ ആണ്. അത് നമുക്ക് എല്ലാ സ്ഥലത്തും നമുക്ക് ബൈക്കാതിനും ടോള് കൊടുക്കേണ്ട കാര്യമില്ല. പക്ഷേ ഇവിടെ 225 രൂപ ടോള് കൊടുത്തിട്ടാണ് നമ്മൾ കയറിയിട്ടുള്ളത്. ആ എക്സ്പ്രസ് വേ യമുന എക്സ്പ്രസ് വേ എന്നാണ് അതിൻ്റെ പേര്. അടിപൊളി റോഡായിരുന്നു. അതുകൊണ്ട് തന്നെ ഏകദേശം 200 കിലോമീറ്ററോളം നമ്മൾ പെട്ടെന്ന് എത്തി. അപ്പോൾ നല്ല ടയേർഡാണ്. നമ്മൾ അറ്റ് ലാസ്റ്റ് റൂമിൽ എത്തിയിരിക്കുകയാണ്. ഇനിയിപ്പോൾ ജസ്റ്റ് ഒന്ന് പുറത്തിറങ്ങണം, എന്തെങ്കിലും ഒന്ന് കഴിക്കണം. അതാണ് അടുത്ത പരിപാടി. അപ്പോൾ നമ്മൾ പുറത്തിറങ്ങി ഹോട്ടലിലാണുള്ളത്. പുറത്തുനിന്ന് നമുക്ക് വീഡിയോ എടുക്കാൻ ചെറിയൊരു ധൈര്യക്കുറവുണ്ട്, കാരണം ഈ ഏരിയ അത്ര ഒരു ഇതല്ല. അപ്പോൾ ഞാൻ ചില ഫോൺ എടുക്കുമ്പോൾ ചിലപ്പോൾ അത് തട്ടിപ്പറിച്ചിട്ട് ആൾക്കാർ പോകാനും ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഓർഡർ ചെയ്ത സാധനം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹാഫ് തന്തൂരി ചിക്കൻ, പിന്നെ ബട്ടർ ചിക്കൻ ഹാഫ്, പിന്നെ ചിക്കൻ ഫ്രൈ ഹാഫ്, പിന്നെ റൊട്ടി, തന്തൂർ റൊട്ടി ആയിരിക്കും. ബിസിനസിൻ്റെ പേരെന്താണ്? സ്ഥലത്തിൻ്റെ പേര് ബാർഗഞ്ചോ, പഹർ കഞ്ചി എന്നാണ് ഈ സ്ഥലത്തിൻ്റെ പേര്. നമ്മുടെ ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷൻ്റെ ഏകദേശം 1 കിലോമീറ്റർ ചുറ്റളവുള്ള സ്ഥലമാണ്. ഭയങ്കര റഷാണ്, ഭയങ്കര ട്രാഫിക്കാണ്. പിന്നെ എന്താ പറയുക, നമ്മൾ പുറത്തിറങ്ങുമ്പോൾ തന്നെ നമ്മൾ ക്യാൻവാസിങ് ആണ് ഭക്ഷണത്തിനും കാര്യങ്ങൾക്കും എല്ലാത്തിനും. അപ്പോൾ അങ്ങനത്തെ ഒരു ഏരിയയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ മൊബൈൽ പോക്കറ്റിൽ നിന്ന് എടുക്കാണ്ടിരുന്നത്. കാരണം പോയാൽ പിന്നെ പറഞ്ഞിട്ട് കാര്യം ഉണ്ടാവില്ല.
ഭക്ഷണം നന്നായിട്ട് പറ്റിച്ചിട്ടുണ്ട്. അതുകൊണ്ട് എൻ്റെ നല്ല ക്വാണ്ടിറ്റി ഉണ്ട് ആപ്പെന്ന് പറഞ്ഞിട്ട്. ഈ രാജാവിൻ്റെ തന്തൂരി ചിക്കൻ ഒരു ക്വാർട്ടറിലും താഴെ ഉള്ളൂ. അപ്പം നമ്മൾ നന്നായിട്ട് പറ്റിക്കപ്പെട്ടിട്ടുണ്ട്. ഇനി ബട്ടർ ചിക്കനും സാധനങ്ങളൊക്കെ വന്ന എന്താണോ അവസ്ഥ. അങ്ങനെ നമ്മൾ പുറത്ത് പോയി ഭക്ഷണം കഴിച്ച്, ബട്ടർ ചിക്കൻ കഴിച്ച്, തന്തൂരി ചിക്കൻ കഴിച്ച്, റൊട്ടി കഴിച്ച്, പിന്നെന്താണ് പൊരിച്ച കോഴി കഴിച്ച്. ഭക്ഷണമൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, നന്നായിരുന്നു. പക്ഷെ പറ്റിച്ച്. കാരണം നമ്മളെ രാജാവ് ഓർഡർ ചെയ്തിരുന്ന ഇതുണ്ടല്ലോ തന്തൂരി ചിക്കൻ, ഹാഫ് എന്ന് പറഞ്ഞുകൊണ്ട് ക്വാർട്ടർ തന്നിട്ട് പറ്റിച്ച്. അത് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു അത് ഹാഫ് തന്നെ കണ്ടോ, ഒരു കാലുണ്ട്, ഒരു കൈയുണ്ട്, ഒരു വയറുണ്ടെന്നൊക്കെ പറഞ്ഞ് കാണിച്ചിട്ട് നമ്മളെന്തായി പറ്റിക്കപ്പെട്ടിട്ടുണ്ട്. പക്ഷെ എന്നാലും വിലയും കാര്യങ്ങളൊക്കെ ന്യായമായിരുന്നു. ഭക്ഷണം കുഴപ്പമൊന്നും ഇല്ലാത്തതുകൊണ്ട് പിന്നെ നമ്മളിങ്ങോട്ട് കഴിച്ചിട്ട് പോകുന്നു. പിന്നെ പുറത്തുനിന്ന് പിന്നെ വീഡിയോ എടുക്കാത്ത റീസൺ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് മോശപ്പെട്ട ഏരിയ ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വേണ്ടാന്ന് വെച്ചു. ഇനി IPL നമ്മളെ രാജസ്ഥാൻ റോയൽസും ബാംഗ്ലൂരിലുള്ള കളിയാണ്. അപ്പം സെക്കൻഡ് ബാറ്റിംഗ് ആണ്. സഞ്ജുവിൻ്റെ കളി കാണണം. ഓക്കെ, എന്നിട്ട് നല്ല ടയർഡാണ്, കിടന്നുറങ്ങണം. ഓക്കെ. അപ്പോൾ ഡൽഹിയിലെ റൂം നമ്മൾ വെക്കേറ്റ് ചെയ്യാണ്. നമ്മൾ നേരെ പോണത് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് എവിടേക്കാണ്, നമ്മൾ തിരിച്ച് നാട്ടിലേക്ക് പോവാണ്. അത് നമ്മൾ ഇന്ന് 2 സ്ഥലത്തേക്ക് പോകാൻ നമ്മൾ പ്ലാൻ ചെയ്തിരുന്നു. പക്ഷേ പെട്ടെന്ന് നമ്മൾ ട്വിസ്റ്റാണ് എല്ലാം. അപ്പോൾ അടാറ് ടെസ്റ്റ് വന്നിട്ടുണ്ട്. അതുകൊണ്ട് നമ്മളിപ്പോൾ എന്ത് ചെയ്യണം, നേരെ ഇന്നത്തെ വണ്ടിക്ക് ഇന്ന് തത്കാല് പ്രീമിയം എടുത്തിട്ട് നമ്മൾ പിന്നെ കേരള എക്സ്പ്രസ്സിന് നമ്മൾ നാട്ടിലേക്ക് പോകണം. ബാക്കി കാര്യങ്ങൾ നമ്മൾ വഴിയാ പറയാം, എന്തുകൊണ്ടാണ് ഇങ്ങനൊരു ഡിസിഷൻ എടുത്തത്. ഇതാണ് നമ്മുടെ ഡൽഹി റെയിൽവേ സ്റ്റേഷൻ്റെ ബാക്ക് സൈഡോ ഫ്രണ്ട് സൈഡോ എന്തോ ആണ് കേട്ടോ. അങ്ങ് ദൂരമാണ്. നമ്മുടെ വണ്ടി 7:10 ഏകദേശം 8:10 സമയം. ഇപ്പം 7:45. ഈ റെയിൽവേ സ്റ്റേഷൻ്റെ ഫ്രണ്ടാണോ ബാക്കാണോ എന്നറിയില്ല. ഒരു സൈഡിൽ ആകെ ഒരു ATM മാത്രമേ ഉള്ളൂ. വേണ്ട, നമ്മുടെ രാജാവ് വെയിറ്റിങ്ങിലാണ്. കട്ടപ്പുകയാണ് കാര്യങ്ങൾ. ലഗേജ് കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. പിന്നെ നമ്മൾ അടിച്ചിട്ട് സെറ്റ് ആവില്ല എന്ന് തോന്നുന്നുണ്ട്. പ്ലാറ്റ്ഫോം നമ്പർ 7 വണ്ടി ഒന്നും അറിയില്ല. കേരള എക്സ്പ്രസ് ആട്ടാ, ഡൽഹി ടു ട്രിവാൻഡ്രം. B1 അല്ലേ? കേരള എക്സ്പ്രസ് സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് ഇപ്പം നല്ല വൃത്തിയും വെടിപ്പുണ്ട്. ഇനി തിരുവനന്തപുരം എത്തുമ്പോൾ എന്താണ് അവസ്ഥ എന്നുള്ളത് അറിയില്ല. ഇപ്പം B5 കമ്പാർട്ട്മെൻറ്റിലാണുള്ളത്.
അപ്പോൾ വരാനുള്ള റീസൺ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 5 ദിവസം ഇൻ ബിറ്റ്വീൻ നമ്മുടെ രാജാവിനൊരു നാട്ടിൽ പരിപാടി, ഒരു മാരേജിൻ്റെ ഒരു പരിപാടി ഉണ്ടായിരുന്നു. അപ്പോൾ അത് പ്രകാരം ഓൾറെഡി നമ്മൾ പ്ലാൻ ചെയ്തതാണ്. അമൃത്സറിൽ നിന്ന് രാജാവിന് തിരിച്ച് അങ്ങോട്ട് പോകണം ഫ്ലൈറ്റ് എന്ന് വിചാരിച്ചാൽ. പക്ഷേ ഫ്ലൈറ്റ് ചാർജ് നോക്കുമ്പോൾ ഇപ്പം നോക്കുമ്പോൾ 3 ഇരട്ടി ചാർജ് കൂടുതലാണ്. അപ്പോൾ എന്നാൽ പിന്നെ നമ്മൾ ഒരുമിച്ച് നാട്ടിൽ വന്നിട്ട് പെരുന്നാളൊക്കെ കൂടി തിരിച്ച് 19-ാം തീയതി 21-ാം തീയതിയുടെ ഉള്ളിൽ തിരിച്ച് വരാമെന്ന് നമ്മൾ എന്ത് ചെയ്തു, പ്ലാൻ ചെയ്തു. അങ്ങനെയാണ് ഇപ്പം വന്നിട്ടുള്ളത്. കേരള എക്സ്പ്രസ് കയറിയിട്ട് 2ാമത്തെ ദിവസമാണ്. ലോകത്തിലെ ഏറ്റവും മോശപ്പെട്ട ബിരിയാണി കഴിച്ചിങ്ങനെ ഇരിക്കുകയാണ്. ടോയ്ലറ്റിൻ്റെ അടുത്ത് തന്നെയാണ് ഇരിക്കുന്നത്. ചിലപ്പോൾ പോവേണ്ടി വരും അതിനു വേണ്ടിയിട്ട്. തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷൻ ഇറങ്ങി. ഒരു രക്ഷയില്ലാത്ത ചൂടാണ്. പിന്നെ തക്ബീറെല്ലാം കേൾക്കുന്നുണ്ട് അവിടുന്ന്. നാളെയാണ് പെരുന്നാൾ. വയർത്ത് ഒഴുകാൻ കേട്ടോ. നമ്മൾ വിചാരിച്ച് നമ്മുടെ ഒരു ജേണി സ്റ്റാർട്ടപ്പ് നമ്മൾ വിചാരിച്ചത് രാജസ്ഥാനിലായിരിക്കും ഭയങ്കരമായിട്ട് ചൂട് വരുന്നത്. ഇവിടെ തന്നെയാണ്, ഒരു രക്ഷയില്ല, ഒഴുകാണ്. അങ്ങനെ നമ്മൾ 10-11 ദിവസത്തെ വാസത്തിന് നാട്ടിൽ ബ്രേക്ക് എടുത്തതിന് ശേഷം നമ്മളിതാ വീണ്ടും തിരിച്ച് ഡൽഹിയിൽ വന്നിരിക്കുകയാണ്. നമ്മളിപ്പോൾ നിസാമുദ്ദീൻ റെയിൽവേ സ്റ്റേഷൻ ഇതാ അവിടെ നിന്ന് നേരെ നമ്മുടെ വണ്ടി വെച്ചിട്ടുണ്ട് ഹോട്ടലിൽ. ആ ഹോട്ടലിൽ തന്നെയാണ് നമ്മൾ ഇന്ന് റൂം എടുക്കാൻ ഉദ്ദേശിക്കുന്നത്. രാജാവത ബാഗെല്ലാം ഇട്ട് നടന്നു പോകുന്നുണ്ട്. ഓട്ടോ റെഡിയാണ്. ഒരു യൂണിഫോം ഒന്നുമില്ലേ, ഒരാൾ അടിച്ച് ഫിറ്റായി കിടക്കണം. പുറത്ത് കിട്ടിട്ട് വീഡിയോ എടുത്താൽ ചിലപ്പോൾ ഫോൺ കൊണ്ടുപോകും. അതുകൊണ്ട് ഞാൻ പിന്നെ നമ്മൾ ഏകദേശം 14 ദിവസം നാട്ടിലായിരുന്നു. അപ്പോൾ ആ 14 ദിവസം നമ്മൾ ഡൽഹിയിൽ വണ്ടി ഇവിടെയാണ് വെച്ചത്. ഈ ബിൽഡിങ്ങിൻ്റെ ഇതൊരു തിയേറ്ററാണ് കണ്ടോ. ഈ തിയേറ്ററിൻ്റെ ആ പാർക്കിംഗ് ഏരിയയിലാണ് നമ്മൾ വണ്ടി വെച്ചത്. അപ്പോൾ ഇന്നലെ രാത്രി നമ്മൾ വണ്ടി വന്നിട്ട് നോക്കിയിരുന്നു എങ്ങനെയുണ്ട് അവസ്ഥ എന്ന്. ഒരു രക്ഷയില്ല, പൊടിയാണ്. പൊടി അടിച്ചിട്ട് 2 ഹെൽമെറ്റ് വെച്ചിരുന്നു. ആ ഹെൽമെറ്റിൻ്റെ ഉള്ളിലെല്ലാം പൊടി കയറി സെറ്റായിരിക്കുകയാണ്. ഇനിയിപ്പോൾ വണ്ടി എങ്ങനെയെങ്കിലും തുടച്ചിട്ട് ഇരിക്കാനുള്ള സ്ഥലം മാത്രം നമുക്കൊന്ന് ക്ലീൻ ചെയ്ത് എടുത്തിട്ട് പിന്നെ വണ്ടി എന്ത് ചെയ്യണം, സർവീസിന് കൊടുക്കാനുള്ളൊരു പ്ലാനാണ്. നോക്കാം നമുക്ക്. നമ്മളതാ അങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. 500 കൊടുക്കണ്ട, കുറച്ച് കൊടുക്കാം. നമ്മളെ വണ്ടി മറ്റേ എടുത്തില്ലല്ലോ. കവറുണ്ട്, ഇതുണ്ടോ? തുണിയുണ്ടോ? തുണിയുണ്ടെങ്കിൽ ഹെൽമെറ്റിൻ്റെ ഉള്ളിലൊക്കെ പൊട്ടി കയറിയിട്ട് രക്ഷയില്ല. വണ്ടി ജീവനുണ്ട്. വണ്ടി പക്ഷേ ഒറ്റയടിക്കാണ് സ്റ്റാർട്ടായി സംഭവം. സീറ്റ് തുടങ്ങാല്ലേ?
പിടിച്ചുപറി അതേപോലെ അറവ് എന്നൊക്കെ പറഞ്ഞാൽ ഇതാണ് അറവ്, ഒന്നാം തരം അറവ്. കാരണം നമ്മൾ 14 ദിവസത്തിനാണ് നമ്മൾ നാട്ടിൽ പോയിരുന്നത്. ആ 10 ദിവസത്തിന് അവർ 500 രൂപയാണ് ഈ വണ്ടി ഇവിടെ ഇങ്ങനെ വെക്കാൻ വേണ്ടി ചാർജ് നമ്മൾ കൊടുത്തത്, 500 രൂപ. കാരണം നമ്മൾ റെയിൽവേ സ്റ്റേഷനിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ വെച്ചിട്ടുണ്ടെങ്കിൽ വണ്ടീൻ്റെ പാർട്സ് എല്ലാം അടിച്ച് മാറ്റി, ചിലപ്പം പട്ടിയും പൂച്ചയെല്ലാം അപ്പിയിട്ട് മാറ്റിക്കും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ വെച്ചത്. 500 രൂപ പറഞ്ഞ ടീംസ് ഇപ്പോൾ അതാ വണ്ടി എടുക്കാൻ വന്നപ്പം 1000 രൂപ കൂടി എക്സ്ട്രാ ഇട്ട് കൊടുക്കേണ്ടി വന്നു. അങ്ങനെ 1500 രൂപ ആണ് നമുക്ക് 14 ദിവസത്തിന് വണ്ടി വെക്കാൻ വേണ്ടി ആയത്. ഒരു ദിവസം 100 രൂപ എന്നുള്ള കണക്കിൽ ഒന്ന് ആലോചിച്ച് നോക്കണം. അതിനേക്കാളും വലിയൊരു സംഭവം എന്താണെന്ന് വെച്ചാൽ, ഇപ്പം റെയിൽവേ സ്റ്റേഷൻ്റെ ഫ്രണ്ടിൽ നിന്ന് ബിരിയാണി കഴിച്ചിരുന്നു. ഞാൻ ആ ഫ്രൈഡ് റൈസും പറഞ്ഞ് നമ്മുടെ രാജാവ് ബിരിയാണിയും പറഞ്ഞു. രണ്ടും ക്ലീൻ ചെയ്ത് രണ്ടും ഒരേപോലെ ആയിരുന്നു, ഒരു വ്യത്യാസമില്ലായിരുന്നു. അത് നമ്മൾ ചോദിക്കേണ്ടി വന്നു, ഇതിലേതാ ബിരിയാണി, ഇതേതാ ഫ്രൈഡ് റൈസ്. ഓക്കെ, എണ്ണ കൊണ്ട് ആറാട്ടായിരുന്നു, മുഴുവൻ കഴിക്കാൻ കഴിഞ്ഞില്ല. പകുതി ഞാൻ ബാക്കി വെച്ച് ബില്ല് കൊടുക്കാൻ നോക്കിയപ്പോൾ 2 ബിരിയാണിക്കും ഒരു കുപ്പി വെള്ളത്തിനും ഒരു സ്പ്രൈറ്റ് കൂടി ആയത് 850 രൂപ നമ്മളിടുന്ന് കീച്ചി. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ ഡൽഹിയിലെ കഥകൾ. പുറത്തുനിന്നുള്ളവരാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാം കണ്ടാൽ അറിയാം, അവർക്ക് പുറത്തുനിന്നാണ് കറങ്ങി നടക്കുന്ന ടീമാണ്. അപ്പോൾ അതുകൊണ്ട് എല്ലാ സ്ഥലത്തും ഉണ്ട് കാറ്റുണ്ട്. എല്ലാ സ്ഥലത്തും ഇതാണ്. എവിടെ ചെന്നാലും 4 ഇരട്ടിയാണ് നമുക്ക് ചാർജ് എല്ലാത്തിനും വരുന്നത്. നമ്മൾ ആക്ച്വലി 14 ദിവസം നമ്മൾ നാട്ടിൽ നിന്നിട്ടാണ് നമ്മളിപ്പോൾ ഡൽഹിയിൽ വന്നിട്ടുള്ളത്. ഡൽഹിയിൽ വന്നതിന് ശേഷം നമ്മൾ പ്ലാൻ ചെയ്തത് 2 ദിവസമാണ് പ്ലാൻ ചെയ്തത്. മെയിനായിട്ടുള്ള ഇവിടെയുള്ള കുറച്ച് കാര്യങ്ങൾ കണ്ടിട്ട് നമുക്ക് പിറ്റേ ദിവസം തന്നെ എസ്കേപ്പ് ആവാമെന്ന് വിചാരിച്ചാണ്. പക്ഷേ ചെറിയൊരു പറ്റി. ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നൊരു ബിരിയാണിയുടെ കേസ്, മറ്റേ ഫ്രൈഡ് റൈസ്, അത് നല്ല പണി തന്ന്. അപ്പോൾ ഫുഡ് പോയ്സൺ അടിച്ച് ഒരു ദിവസം കംപ്ലീറ്റ് നമ്മൾ എന്ത് ചെയ്തു, റൂമിൽ റെസ്റ്റ് എടുക്കേണ്ടി വന്നു. ഇപ്പോൾ ദാ 2ാമത്തെ ദിവസമാണ്. നമ്മൾ ഇന്ത്യ ഗേറ്റ് കാണാൻ വന്ന. ആദ്യം നമ്മൾ കാണുന്നത് ഇന്ത്യ ഗേറ്റാണ്. അപ്പോൾ അതിൻ്റെ ഒരു പാർക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട്. കണ്ടോ, കുറച്ചങ്ങോട്ട് നടക്കണം. ഇവിടെ അങ്ങനെ മെയിനായിട്ട് ഒരു പാർക്കാണ്. അപ്പോൾ എന്തായാലും നല്ല ടയേർഡാണ്. രാവിലെ ഒരു മിൽക്ക് ഷേക്കാണ് കുടിച്ചത്. കാരണം വേറെ ഒന്നും കഴിക്കാനുള്ളൊരു മൂഡും ഇല്ല, ചെറുതായിട്ടൊരു പേടിയുണ്ട്. കാരണം ഇനിയൊരു പറ്റിയാൽ കിടക്കേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് കുറച്ച് നാരങ്ങ സോഡ എന്തെങ്കിലുമൊക്കെ കിട്ടുകയാണെങ്കിൽ നാരങ്ങ സോഡ അടിക്കണം. അപ്പോൾ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് റിപ്പബ്ലിക് ദിനത്തിലൊക്കെ നമ്മൾ പരേഡ് കാണാറുണ്ടല്ലോ TV-യിൽ. കണ്ടോ, ഇവിടെയാണ് ആ പരേഡെല്ലാം നടക്കുന്നത്. കണ്ടോ, ഒരു ഭാഗത്ത് ഒരു അറ്റത്ത് ഇന്ത്യ ഗേറ്റാണ് കാണുന്നത്, അതിൻ്റെ മറ്റേ അറ്റത്ത് രാഷ്ട്രപതി ഭവനാണ് ആ കാണുന്നത്. ഇവിടെ ഗാർഡനും പിന്നെ ഇവിടെ കംപ്ലീറ്റ് ഗാർഡൻസ് കാര്യങ്ങളൊക്കെയാണ്. അത്യാവശ്യം നാരങ്ങ സോഡ സെറ്റപ്പ് ഉണ്ട്. കണ്ടോ, അപ്പോൾ നമ്മൾ ഈ പാതയുടെ അവിടുന്ന് ഈ ഒരു അറ്റം വരെ വന്നതാണ്. ഈ ഒരറ്റമാണ് ഇത് രാഷ്ട്രപതി ഭവനാണ്. ഓക്കെ, ഈ അറ്റത്ത് വരെ വന്ന്, പക്ഷെ അവിടെ കുറച്ച് റെസ്ട്രിക്ഷൻസ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് ആ ബാരിക്കേഡ് നമുക്ക് അപ്പുറത്തേക്ക് പോകാൻ പറ്റിയിട്ടില്ല. ഇനി നമ്മൾ ഇവിടുന്ന് വീണ്ടും തിരിച്ചിതാ ഇന്ത്യ ഗേറ്റാണ് ആ സൈഡിലുള്ളത്. കണ്ടോ, ആ ഇന്ത്യ ഗേറ്റിൻ്റെ അങ്ങോട്ടാണ് നമ്മളിപ്പോൾ നടന്നു പോണത്. നല്ല ചൂടാണ്, അത്യാവശ്യം നല്ല ചൂടാണ്. 37 ഉള്ളൂ, പക്ഷേ 50 വരെ ആവുന്നതാണ്. നമ്മുടെ ഒരു കൊല്ലത്തുള്ളൊരു പിന്നെ മലയാളി ആർമി ചേട്ടനെ കണ്ടിരുന്നു, ചേട്ടൻ പറഞ്ഞത്. അപ്പം പക്ഷേ നമുക്ക് അങ്ങനെ ചൂട് അത്ര ഫീൽ ചെയ്യുന്നില്ല. എന്താ സ്റ്റാർട്ടിങ് ആയതുകൊണ്ടായിരിക്കും ചൂട് അത്ര ഫീൽ ചെയ്യുന്നില്ല. കുറച്ച് കഴിഞ്ഞാൽ തളരുമില്ലെന്ന് കണ്ടറിഞ്ഞ് കാണാം. 2 നാരങ്ങ സോഡൻ്റെ പവറിലാണ് ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, സംഭവം പൊളിയാണ് കേട്ടോ, ഒരു രക്ഷയില്ല. നല്ല വൃത്തി വെടിപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇതോ അവിടെ കാണുന്നതാണ് പഴയ പാർലമെൻറ്റ്, അതിൻ്റെ അപ്പുറത്ത് പുതിയ പാർലമെൻറ്റ്. 2 പാർലമെൻറ്റും ഈ രാഷ്ട്രഭവൻ്റെ ഏകദേശം റൈറ്റ് സൈഡിലായിട്ടാണ് സ്ഥിതി ചെയ്യണത്. പക്ഷേ നമുക്ക് പാർലമെൻറ്റ് കാണാനും നമുക്ക് പെർമിഷൻ കിട്ടിയിട്ടില്ല. നമ്മൾ ചോദിച്ചു, പക്ഷേ അതിൻ്റെ അടുത്തേക്ക് പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് പാർലമെൻറ്റ് കാണാനും പറ്റിയിട്ടില്ല. അപ്പം നമ്മൾ ഏകദേശം ഓക്കെ സെൽഫോൺ ട്രാൻസ്ഫർ നമ്മൾ ഏകദേശം രാഷ്ട്രപതി ഭവൻ്റെ അവിടുന്ന്
നമ്മൾ നടന്നതാ നമ്മുടെ ഇന്ത്യ ഗേറ്റിൻ്റെ അടുത്തെത്തിയിട്ടുണ്ട്. പക്ഷേ നമ്മൾ നോക്കുമ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് കടക്കാനുള്ളൊരു സീബ്ര ലൈനും കാര്യങ്ങളൊന്നും കാണുന്നില്ല. ഞാനിവിടെ ചോദിച്ചപ്പോഴാണ് കണ്ടോ ഒരു അടിപൊളി അണ്ടർപാസ് ഉണ്ട്. സെറ്റപ്പ് പരിപാടിയാണ്. അപ്പോൾ നമ്മളിതിൻ്റെ അടിയിലൂടെ കടന്ന് റോഡിൻ്റെ അപ്പുറത്തേക്ക് കടന്നിട്ട് വേണം ഇന്ത്യ ഗേറ്റിൻ്റെ അടുത്തെത്താൻ വേണ്ടിയിട്ട്. അവിടെ മെറ്റൽ ഡിറ്റക്ടർ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ കംപ്ലീറ്റ്ലി ഫുള്ള് CCTV, അതേപോലെ ഫുള്ള് ഈ മറ്റേ പ്രൊട്ടക്ഷൻ്റെ ആൾക്കാരൊക്കെയാണ്. നമ്മളിതാ അപ്പുറത്തേക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മളിത് അണ്ടർപാസ് എല്ലാം കടന്ന് നമ്മൾ ഇന്ത്യ ഗേറ്റിൻ്റെ ഫ്രണ്ടിൽ എത്തിയിരിക്കുകയാണ്. ആ ദൂരെ അങ്ങ് കാണുന്നതാണ്, അങ്ങേ അറ്റത്താണ് നമ്മുടെ രാഷ്ട്രപതി ഭവനുള്ളത്. കണ്ടമാനം ആൾക്കാരുണ്ട്. നമുക്കതിൻ്റെ ഉള്ളിലൂടെ കടക്കാൻ പറ്റില്ല. കണ്ടോ ഇവിടെ ഇതെല്ലാം കെട്ടിയിട്ട് ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ്. ഇതാണ് ഇതിനൊരു കൺസ്ട്രക്ഷൻ. പക്ഷേ നമുക്കിതിലൂടെ നടക്കാൻ പറ്റില്ല. അവിടെ ആർമി എല്ലാം ഉണ്ട്. നമ്മളിതിനെ വലയം വെക്കാൻ പറ്റും. ഇതിൻ്റെ ഒരു സൈഡ് ഇങ്ങനെയാണ് വരുന്നത് കൺസ്ട്രക്ഷൻ. കണ്ടോ ഈ നടുവിലൊരു വേറെന്തോ സംഭവം കണ്ടോ. പരിപാടി കൊള്ളാം. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ ഇന്ത്യ ഗേറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ യുദ്ധത്തിൽ മരിച്ചുപോയ സൈനികരുടെ ഒരു സ്മരണക്കായിട്ട് ഉണ്ടാക്കിയ ഒരു എന്താ പറയുക ഒരു നിർമ്മിതിയാണ്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഓരോ കല്ലുമ്മലും ആ മരിച്ചവരുടെ പേരുകൾ എഴുതി വെച്ചിട്ടുണ്ട്. അത് ഞാൻ സൂം ചെയ്ത് കാണിക്കാം. പിന്നെ അതേപോലെ തന്നെ അതിൻ്റെ ഏറ്റവും മേലെ എന്താണ് സംഭവിച്ചതെന്നും ഉള്ള കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. കണ്ടോ, കറക്റ്റ് സൂം ചെയ്താൽ കണ്ടോ, ഇതൊക്കെ പേരാണ്. ഇതൊക്കെ മരിച്ച ആളുകളുടെ, അതായത് മരിച്ച സൈനികരുടെ പേര്, അവരൊക്കെ എന്താ പറയുക ബാച്ചിലുള്ളവരായിരുന്നു എന്നുള്ളതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ഇതിന് കുത്തി വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ അതിൻ്റെ മേൽഭാഗത്ത് കാണിച്ചു തരാം. അതിൻ്റെ മേൽഭാഗത്ത് കണ്ടോ, ഇവിടെ കണ്ടോ, ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് ടു ദ ഹെഡ് ഓഫ് ദ ഇന്ത്യൻ ആർമീസ് ഹൂ ഫെൽ ആൻഡ് ആർ ഹോണേഡ് ഇൻ ഫ്രാൻസ് ആൻഡ് ഫ്ലാൻഡേഴ്സ്, സ്പോട്ടോമിയ ആൻഡ് പേർഷ്യ, ഈസ്റ്റ് ആഫ്രിക്ക, കള്ളിപ്പോളണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കുറേ കാര്യങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. എല്ലാം അപ്പോൾ ഇതാണ് ഇതിലൊരു ചരിത്രം എന്ന് പറയുന്നത് കേട്ടോ. 1931 ഇത് നിർമ്മിച്ചിട്ടുള്ളത്. ഏകദേശം ഒരു അറ്റത്ത് നിന്ന് മറ്റേ അറ്റത്തേക്ക് ഏകദേശം 3 കിലോമീറ്റർ ഉണ്ടെന്നാണ് തോന്നുന്നത്. എന്തായാലും വെയിലത്ത് നന്നായിട്ട് വെയിൽ കൊണ്ട് പിമ്പിരിയായി നിൽക്കുകയാണ്. അപ്പോഴാണ് നമ്മളെ രാജാവ് പറയണതാ എന്തോ റൊട്ടി കിട്ടുന്ന കടയുണ്ടെന്ന്. നല്ല വിശപ്പുണ്ട്. അപ്പം നമുക്ക് റൊട്ടി കഴിക്കാം, അതാണ് നല്ലത്. കുറച്ച് നേരം ഇരിക്കണം. ഇതാണ് സംഭവം. ആലു പൊറോട്ട ഉണ്ട്, ബീഫ് ബിരിയാണി ഉണ്ട്. ബീഫ് ബിരിയാണി. അപ്പോൾ നമ്മളെ രാജാവ് ആലു പൊറോട്ട ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാനും ആദ്യം ആലു പൊറോട്ട പറഞ്ഞിരുന്നത്, പിന്നെ മാറ്റി പിടിച്ച് വെജ് ബിരിയാണി ഉണ്ടെന്ന് പറഞ്ഞു. വെജ് ആകുമ്പോൾ നമുക്ക് വിശ്വസിക്കാമല്ലോ. അങ്ങനെ വെജ് ബിരിയാണി പറഞ്ഞാണ്. ഇതാ വെജ് ബിരിയാണി കിട്ടി. ഞാനിതാ ആകെ ഒരു പിടി ഉണ്ടാവുള്ളൂ. അവിടെ പുല്ലിലിരുന്നിട്ട് കഴിക്കാനുള്ള പ്ലാനാണ്. അപ്പോൾ ഇന്നലെ ഇതേപോലെ ഫ്രൈഡ് റൈസ് അടിച്ചിട്ടാണ് പണി കിട്ടിയത്. എന്ത് ചെയ്യാൻ പറ്റും? ഇതാ പോണ ഒരുത്തൻ. അടിപൊളി. ഒന്നും ടേസ്റ്റ് നോട്ടെ.
ഗുണമില്ല, മണമില്ല, ഒരു തേങ്ങയില്ല. ആകെ ഒരു പിടിയേ ഉള്ളൂ. വിഷത്തിനാണ് പണ്ടറങ്ങി നിൽക്കുക. കഴിക്കാതെ വേറെ നിവൃത്തിയില്ല. സോയാബീൻ ഉണ്ട്. സോയാബീനാണ് എൻ്റെ ഫേവറേറ്റ് സാധനം. പക്ഷേ ഇതെന്തോ, പക്ഷെ ഇന്നത്തേക്കാളും കൊള്ളാം. ഇന്നലെ നമ്മൾ ഒരു ബിരിയാണി, ഒരു ഫ്രൈഡ് റൈസ് വാങ്ങിയാൽ അവന്മാർ ചാർജ് ഈടാക്കിയത് 800 സംതിങ് ഉറുപ്പിയാണ്. ബാക്കിലുണ്ടോ ഒരു കനാല് തോടുന്നുണ്ട്. ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴേ ഒരു ചങ്ങായി വന്നിക്കണേ, അടുത്തടുത്ത് വരുന്നുണ്ട്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഓരോ സ്പൂൺ ഇങ്ങനെ എറിഞ്ഞു കൊടുക്കുകയാണ്. അപ്പോൾ നല്ല കഴിക്കുന്നുണ്ട്. കാണിച്ചു തരാനേ. വേണ്ട, നല്ല തീറ്റ, നല്ല പോളിങ് കേട്ടോ. രണ്ട് കയ്യിലും സാധനം പിടിച്ചിട്ട് അപ്പോൾ ആ ബിരിയാണി എന്ന് പറഞ്ഞ സാധനം കഴിക്കാൻ പറ്റിയില്ല. പകുതിയും വേസ്റ്റാക്കി. എന്ത് ചെയ്യാൻ പറ്റും? ഭയങ്കര ഒരു മടുപ്പ് ഭക്ഷണത്തിനോട്. കാരണം ഒരു പ്രാവശ്യം ഈ ട്രിപ്പ് പോണവർക്കൊക്കെ ഈ മറ്റേ എന്താ പറയുക, ഈ ഫുഡ് പോയ്സൺ ഒരു മാൻഡേറ്ററി ആണ്. എന്നുവെച്ചാൽ നിർബന്ധമായും അടിക്കും. അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം ഡൽഹി എത്തിയിട്ടാണ് സംഗതി അടിച്ചത് എന്തായാലും. പക്ഷെ അത് ഒന്നൊന്നര അടിയായിപ്പോയി. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഒന്നും കഴിക്കാൻ തോന്നുന്നില്ല. ഇനി വെള്ളവും കുടിച്ച് ജ്യൂസും കുടിച്ച് മുന്നോട്ട് പോവാം. അതാണിപ്പോൾ ആലോചിക്കണത്. പിന്നെ ഒരു കാര്യം തോന്നുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാനിപ്പോൾ ഈ ഡൽഹിയിലെ ഫുഡ് വ്ളോഗേഴ്സ് അല്ലെങ്കിൽ ഡൽഹിയിൽ വന്നിട്ട് ഭക്ഷണം കഴിക്കുന്നവരൊക്കെ ഭയങ്കര തള്ളലുണ്ടോ സംശയമുണ്ട്. കാരണം അവർ 30 രൂപയ്ക്ക് ബിരിയാണി ഉണ്ട്, അതാണ് ഇതാണ്, അടിപൊളിയാണ്, തേങ്ങയാണ്, മാങ്ങയാണെന്ന് പറഞ്ഞിട്ട് ഞാനിപ്പം 2 ദിവസമായിട്ട് ഡൽഹിയിൽ ഉണ്ട്. ഈ 2 ദിവസവും ഡൽഹിയിൽ നിന്ന് അവിടുന്ന് ഇവിടുന്ന് എല്ലാം കഴിച്ച ഭക്ഷണം എന്ന് പറഞ്ഞത് ഒരു രക്ഷയില്ല, വെറും പൂജയാണ്. എന്നുവെച്ചാൽ അത്രയും മോശപ്പെട്ട ഫുഡാണ്. അപ്പം ഈ വ്ളോഗർമാരൊക്കെ എനിക്ക് തോന്നുന്നു ആവശ്യമില്ലാണ്ട് ഇങ്ങനെ തള്ളി മറിക്കണമെന്ന് ഒരു സംശയമുണ്ട്. അപ്പോൾ നമ്മളിനി പോകുന്ന സ്ഥലം കുത്തബ് മിനാറാണ്. ഇവിടുന്ന് ഏകദേശം ഒരു 40 മിനിറ്റ് കാണിക്കുന്നുണ്ട്. 12 കിലോമീറ്ററേ ഉള്ളൂ ഇവിടുന്ന്. പക്ഷേ അതിനെന്തോ 40 മിനിറ്റ് കാണിക്കുന്നുണ്ട്. അപ്പം തോന്നുന്നു അത്യാവശ്യം നല്ല ട്രാഫിക് ആയിരിക്കും. ട്രാഫിക് എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത ട്രാഫിക്കാണ്. ഒരു മയമില്ല. ആരും ട്രാഫിക് റൂൾസൊന്നും ഫോളോ ചെയ്യുന്നതായിട്ടും കാണുന്നില്ല. Think she's sweet as candy. I know you wanna be with her, but Josie got a reputation to scratch behind that fur. She നല്ല അടിപൊളി ട്രാഫിക്കും കാര്യങ്ങളൊക്കെ കടന്നിട്ട് നമ്മളിപ്പോൾ കുത്തബ് മിനാറിൻ്റെ ടിക്കറ്റ് കൗണ്ടറിൽ എത്തിയിരിക്കുകയാണ്. കണ്ടോ, അവിടെ ക്യൂ നിൽക്കണ എല്ലാം നമ്മുടെ രാജാവുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് അത്യാവശ്യം ക്യൂ ഉണ്ട്. പിന്നെ ഇതാണ് അതിൻ്റെ ഒരു ഏരിയ. ₹40 ഒരാൾക്ക് ടിക്കറ്റ് ചാർജ് വരുന്നത്. നമുക്ക് ഉള്ളിൽ കയറി നോക്കാം എന്താണ് പരിപാടി എന്ന്. എന്തായാലും ഈ കോട്ടകളും ഈ കാര്യങ്ങളെല്ലാം കണ്ട്
വേറെ വല്ല വെറൈറ്റി പരിപാടി വല്ലതും ഉണ്ടോ എന്ന് നോക്കുകയാണ്. ഇനിയിപ്പോൾ ഇത് കഴിഞ്ഞാൽ റെഡ് ഫോർട്ടും കൂടി കാണാനുണ്ട്. നമ്മൾ ആഗ്രയിലും ഒരു റെഡ് ഫോർട്ട് കണ്ടിരുന്നു, ഇവിടെ ഒരു റെഡ് ഫോർട്ട് ഉണ്ട്. നമുക്ക് ടിക്കറ്റ് കിട്ടി 40 രൂപയല്ലോ ഒരു ടിക്കറ്റിന്. 2 പേർക്ക് 80 രൂപ കൊടുത്ത് നമ്മളിതാ, ഇതാണ് ഇതിൻ്റെ എൻട്രൻസ്. ഇനിയിപ്പോൾ പിന്നെ എൻ്റെ ഇതാണോ ഒരു ഡെവലപ്ഡ് ആണല്ലേ? ഇത് മറ്റേ മെട്രോൻ്റെ ഇതുപോലെ. ഇതാണ് ടിക്കറ്റ് കേട്ടോ, നമ്മൾ മെട്രോയിലൊക്കെ ഉള്ള പോലെ. ഇങ്ങനെ കൊടുക്കും. ഈ സാധനം വെറുതെ ഇങ്ങനെ അമർത്തുക, തിരിച്ച് നമുക്കിങ്ങനെ തരും. സെക്യൂരിറ്റി ചെക്കിംഗ് ഉണ്ട്. അങ്ങനെ സെക്യൂരിറ്റി ചെക്കിംഗ് എല്ലാം കഴിഞ്ഞ് നമ്മൾ ഉള്ളിൽ കയറി നമ്മളെ സെൽഫി സ്റ്റിക്ക് അവിടെ വാങ്ങി വെച്ചിട്ടുണ്ട്. അതൊന്നും പാടില്ല അത്ര, എന്തുകൊണ്ടാണെന്ന് മനസ്സിലാവില്ല. സെൽഫി സ്റ്റിക്ക് പോലും ഉള്ളിലേക്ക് കടത്തി വിടില്ല, പക്ഷേ മൊബൈലൊക്കെ ഒരു പ്രശ്നമില്ലാതെ കടത്തി വിട്ടു. ഇതാ കണ്ട സാധനം കാണുന്നുണ്ടോ ഇവിടെ? ഓക്കെ, കുറച്ച് മുന്നേക്ക് കിടക്കാം. നമ്മൾ സ്ഥിരം ക്ലീഷായ ടീംസ് ഇവിടെ ഉണ്ട്, കണ്ട മറ്റേ ഇങ്ങനെ പിടിക്കൂലേ താജ്മഹലും കുത്തബ് മിനാറൊക്കെ, ആ ടീംസ് ഉണ്ട് ആസ് യൂഷ്വൽ. കണ്ടാ താജ്മഹൽ നമ്മുടെ കുത്തബ് മിനാറിൻ്റെ കൈൻ്റെ ഉള്ളിലാക്കാനുള്ള ടീംസാണത്. അതാണ് സാധനം. കണ്ടോ, താഴെ കരിങ്കല്ലിൻ്റെ കുറച്ച് നിർമ്മിതികൾ കാണുന്നുണ്ട്. പിന്നെതാ ചുറ്റുകൂടെ കുറച്ച് ആസ് യൂഷ്വൽ ഗാർഡൻസ് ഉണ്ട്. അപ്പോൾ നമ്മുടെ ഈ കുത്തബ് മിനാറിൻ്റെ സറൗണ്ടിങ്സിൽ കംപ്ലീറ്റ് കണ്ടോ, പഴയ കുറച്ചൊക്കെ ഡാമേജ് വന്നിട്ടുണ്ട്. ഇതേപോലെ നല്ല അടിപൊളി കരിങ്കല്ല് കൊണ്ട് പണിത ഗേറ്റുകളും അതേപോലെ സ്തൂപങ്ങളൊക്കെ ഉള്ളത്. പിന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇത് ഇവിടുത്തെ അയൺ പില്ലർ എന്ന് പറയും. ഈ ഒരു തൂണ് ഇരുമ്പ് കൊണ്ടുണ്ടാക്കിയ തൂണാണ്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇത്രയും വർഷങ്ങളായിട്ടും ഇത് തുരുമ്പിച്ചിട്ടില്ല എന്നുള്ളതാണ് ഇതിന് ഏറ്റവും വലിയ പ്രത്യേകത. നമ്മളൊക്കെ എന്തെങ്കിലുമൊക്കെ ഒരു ഇരുമ്പിൻ്റെ ഉണ്ടാക്കുകയാണെങ്കിൽ പെട്ടെന്ന് തുരുമ്പിക്കും. ഇതിന് പെയിൻറ്റ് പോലും അടിച്ചിട്ടില്ല, പക്ഷേ ഈ സാധനം ഇതുവരെയായിട്ട് തുരുമ്പിച്ചിട്ടില്ല. ഒരു കളർ ലേശം ഫെയ്ഡായി എന്നല്ലാതെ തുരുമ്പിച്ചിട്ടില്ല സംഭവം. അതാണ് ഇതിൻ്റെ പ്രത്യേകത വരുന്നത്. ഇതിൻ്റെ തൂണൊക്കെ നല്ല രീതിയിൽ ചിത്രപ്പണി ചെയ്തിട്ടുണ്ട്. ഭയങ്കര രസമുണ്ട് ഇതിൻ്റെ ടെക്സ്ചർ കാണാൻ വേണ്ടിയിട്ടാണ്. നല്ല ഭംഗിയുള്ള മാർബിൾ പോലത്തെ സംഭവമാണ്, പക്ഷേ ഇതെല്ലാം കല്ലാണ്. ഉണ്ടോ? അങ്ങനെ കുത്തബ് മിനാറെല്ലാം കണ്ടു കഴിഞ്ഞ് നമ്മളിനി അടുത്ത് പോണത് റെഡ് ഫോർട്ട് കാണാൻ വേണ്ടിയിട്ടാണ്. ഏകദേശം ഇവിടുന്ന് 15 കിലോമീറ്റർ ഉണ്ട്. 50 മിനിറ്റ് സമയം പറയുന്നുണ്ട്. അത്യാവശ്യം നല്ല ട്രാഫിക് നമുക്ക് പ്രതീക്ഷിക്കാം.
നമ്മൾ റെഡ് ഫോർട്ടിലെത്തിയിരിക്കുകയാണ്. ഇതാണ് റെഡ് ഫോർട്ട്, ചെങ്കോട്ട എന്ന് പറയും മലയാളത്തിൽ. ഇതാ ഇതിൻ്റെ ബാക്ക് സൈഡ് എന്തോ ആണ്. അപ്പോൾ ടിക്കറ്റ് കൗണ്ടർ ഇവിടെയാണ്. 25 രൂപ അല്ലേ? എൻട്രി ഫീസ് 80 കാണിക്കുന്നത്. മ്യൂസിയം മോൺമെൻറ്റ് രണ്ടും കൂടി 80 രൂപയാണ് കാണിക്കുന്നത്. അപ്പോൾ മുഖമൊക്കെ നോക്കി കരിഞ്ഞു, നല്ല വെയിൽ കൊണ്ടുണ്ട്. ഇങ്ങനെ ചെയ്യാൻ പറ്റുന്നുണ്ട്, ഇത് സ്കാൻ ചെയ്യാൻ കിട്ടും തോന്നുന്നു. നമ്മൾ ഓൺലൈനിലാണ് ടിക്കറ്റ് എടുത്തത്. ഓൺലൈനിൽ ടിക്കറ്റ് എടുത്തപ്പം ഏകദേശം 112 രൂപ 2 പേർക്ക്. പക്ഷേ ഓഫ്ലൈനായിട്ട് നമ്മൾ കൗണ്ടറിൽ നിന്ന് ടിക്കറ്റ് എടുക്കുകയാണെങ്കിൽ 160 രൂപയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ചെറിയൊരു ലാഭം ഇതിന്ന് കിട്ടിയിട്ടുണ്ട്. നമ്മളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് മെയിൻ എൻട്രൻസിലേക്ക്. അപ്പോൾ ഈ കോട്ടയുടെ 4 ഭാഗവും ഇതേപോലുള്ളൊരു ഗ്യാപ്പ് കാണാൻ പറ്റും. നമ്മൾ വയനാടൊക്കെ കണ്ടിട്ടുണ്ട്, കാടിൻ്റെ ആ ഒരു അതിർത്തി വരുമ്പം. ഇത് സംഭവം എന്താണെന്ന് വെച്ചാൽ ഇത് കിടങ്ങാണ്. ശത്രുക്കൾ വരുമ്പോൾ അവർക്ക് കയറാതിരിക്കാൻ വേണ്ടി. ഒരു പക്ഷേ ഇതിൻ്റെ ഉള്ളിൽ അന്നത്തെ കാലത്ത് വെള്ളം ഉണ്ടായിരിക്കണം. അന്ന് വെള്ളം ഉണ്ടായിരിക്കും അല്ലേ? ആ, വെള്ളമൊക്കെ നിറച്ചിട്ടുണ്ടോ, അതിൽ മുതലൊക്കെ ഉണ്ടായിരുന്നാണ് നമ്മളെ രാജാവ് പറയുന്നത്. എന്തായാലും ഇവിടെ ഇപ്പോൾ സർക്കസും പരിപാടിയൊക്കെ ഉണ്ട്. ഇതാണ് ഫ്രണ്ട് അല്ലേ? ഇവിടെ നല്ല അടിപൊളി പരിപാടിയൊക്കെ ഉണ്ട് കണ്ടോ. ആനയും അമ്പാരിയും മറ്റേ സർക്കസും പരിപാടിയൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ കറങ്ങി തിരിഞ്ഞിതാ റെഡ് ഫോർട്ടിൻ്റെ ഫ്രണ്ടിൽ വന്നിരിക്കുകയാണ്. ഇതാണ് അതിൻ്റെ ഫ്രണ്ട്. അപ്പോൾ നമ്മൾ എന്തായാലും ടിക്കറ്റ് എല്ലാം എടുത്തിട്ടുണ്ട്. ഉള്ളിൽ കയറാൻ വേണ്ടിയിട്ട് മ്യൂസിയത്തിൻ്റെ ടിക്കറ്റും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിൻ്റെ എൻട്രൻസ് ഒന്ന് പോയി നോക്കാം. ഓക്കെ, ഉള്ളിൽ എന്തൊക്കെയാണ് പരിപാടികളെന്ന് നോക്കാം. നമ്മളിതാ സെക്യൂരിറ്റി ചെക്കിങ് എല്ലാം കഴിഞ്ഞ് അപ്പം ഇതാണ് നമുക്ക് കടക്കാനുള്ള എൻട്രൻസ്. നമ്മൾ ഈ വാതിലിൻ്റെ ഉള്ളിലൂടെ കടന്നിട്ട് വേണം അകത്തേക്ക് കയറാൻ വേണ്ടിയിട്ട്. അതിൻ്റെ ഉള്ളിലൊക്കെ കടകളുണ്ട്. ഇതാണ് ഇതിൻ്റെ മതിൽ. ഇതിൻ്റെ ഉള്ളിൽ ചറപറ കടകളാണ്. 2 സൈഡിലും ഷോപ്പുകളാണ്. ഇതുണ്ടോ ചെറിയ സാധനം. ഓരോ സുവനീഴ്സാണ്. വാച്ചുകൾ, വളകൾ, ബാഗുകൾ. അപ്പോൾ നമ്മൾ എൻട്രൻസ് കയറി വന്ന് കുറച്ച് ഷോപ്പുകൾ കാര്യങ്ങളെല്ലാം കണ്ടല്ലോ. അത് കഴിഞ്ഞിട്ടുള്ളത് മെയിനായിട്ട് ഇവിടെ ഗാർഡൻസാണ്. നല്ല സ്ഥലങ്ങളുണ്ട്, അത്യാവശ്യം നല്ല ഏരിയ ഉണ്ട് കേട്ടോ. അവിടെയൊക്കെ പല പല എന്താ പറയുക ബിൽഡിങ്സും കാര്യങ്ങളുണ്ട്. പിന്നെ ഇപ്പം നമുക്കിപ്പോൾ ഒരു എയർ കണ്ടീഷൻ ചെയ്തിട്ടതാ അങ്ങനത്തെ ബിൽഡിങ് കണ്ട്. അതിനുള്ളിൽ നോക്കുമ്പോൾ ഷോപ്പുകളുണ്ട്. പിന്നെ സുവനീർ ഷോപ്പും കഫ്റ്റീരിയ എല്ലാം ഉണ്ട്. നമുക്ക് ഉള്ളിൽ കയറി നോക്കാം. क्या हुआ?
कस्टमर है भाई, कस्टमर है. അപ്പോൾ നമ്മൾ ആ എ സി ഇട്ട ചില്ലിൻകൂടിൻ്റെ ഉള്ളിൽ പോയിരുന്നു. നോക്കുമ്പോൾ 4 വടയും ഒരു പഫ്സും അങ്ങനെ സംഗതികളൊക്കെ ഉള്ളൂ. നമ്മൾ ഉദ്ദേശിച്ച പോലെ നല്ലൊരു പരിപാടിയൊന്നുമല്ല. പിന്നെ അതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് വീഡിയോ എടുക്കരുതെന്നും പറഞ്ഞു. അപ്പോൾ അതോടുകൂടി നമ്മളെ മൂഡ് പോയി, നമ്മളവിടെ നിന്ന് ഇറങ്ങി. അങ്ങനെ തേരാപ്പാര നടന്നുകൊണ്ടിരിക്കുകയാണ്. അടുത്തൊരു ബിൽഡിംഗ് ഇവിടെ ഉണ്ട്. അതേപോലത്തെ ഒരു വൈറ്റ് ബിൽഡിംഗ് ഉണ്ടോ ഇവിടെയും കാണാം. പിന്നെ ഇടത് ഭാഗത്ത് നോക്കിയാൽ കണ്ടോ നമ്മളെ വഞ്ചൂർ കോടതി പോലെ ഉള്ളൊരു സംഭവം ഇവിടെ ഉണ്ട്. കംപ്ലീറ്റ് ബിൽഡിങ്ങുകളാണ് ഇതിൻ്റെ ഉള്ളിൽ. ഇങ്ങനെ കുറച്ച് വെളുത്ത ബിൽഡിങ്സ് കാണാൻ പറ്റും. എല്ലാം ഓരോരോ കാര്യങ്ങളാണ്. അതിൻ്റെ ഫ്രണ്ടിൽ എഴുതി വെച്ചിട്ടുണ്ട് എന്തിനൊക്കെയുള്ള ബിൽഡിങ്സ് ആണ്. കണ്ടോ ഇതേപോലുള്ള ഇതൊരു കാസ് മഹലാണ്. അങ്ങനെ ഈ ഓരോ ബിൽഡിങ്ങിനും ഓരോ പേരുകളുണ്ട്. ശരിക്കും മാർബിൾ കൊണ്ട് തന്നെ നമ്മുടെ ഈ താജ്മഹലിൻ്റെ ആ ഒരു അതേപോലെ മാർബിൾ കൊണ്ടാണ് കംപ്ലീറ്റ് ഇങ്ങനെ ഈ വെളുത്ത ബിൽഡിങ്സൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത്. ഈ കാണുന്ന ഇതിൻ്റെ ഉള്ളിലൊരു പള്ളിയാട്ടോ. അതിൻ്റെ പേര് തന്നെ മോട്ടി മസ്ജിദ് എന്നാണ്. ഉണ്ടോ ആഗ്രയിലെ റെഡ് ഫോർട്ട് കണ്ടപ്പോൾ ഞാൻ കരുതി അതായിരിക്കും അത്യാവശ്യം വലിപ്പമുള്ള റെഡ് ഫോർട്ട് എന്ന്. പക്ഷേ ഇവിടെ വന്ന് നോക്കിയപ്പം ഇത് നമ്മൾ പുറത്തുനിന്ന് കാണുന്ന പോലെ, പുറത്തുനിന്ന് നമ്മൾ ശരിക്കും ഒരു മതിൽ മാത്രമേ കാണുന്നുള്ളൂ. പക്ഷേ ഇതിൻ്റെ ഉള്ളിലേക്കെന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല സ്ഥലമുണ്ട്. ഇപ്പോൾ ഒരു സൈഡിലേ കവർ ചെയ്തിട്ടുള്ളൂ. ഇനി വേറൊരു സൈഡിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. നല്ല സ്പേസ് ഉണ്ട്. അതേപോലെ തന്നെ ഒരുപാട് ബിൽഡിങ്സ്, പല മോഡൽ ബിൽഡിങ്സൊക്കെ ഇതിനുള്ളിൽ നമുക്ക് കാണാൻ പറ്റും. ഏകദേശം തിരുവനന്തപുരത്തുണ്ട് ഇതേപോലെ പബ്ലിക് ലൈബ്രറി, അതേപോലെ ഫൈൻ ആർട്സ് കോളേജൊക്കെ ഏകദേശം ഈ ഒരു മോഡലാണ് വരുന്നത്. കളറൊക്കെ അതേപോലെ നമ്മുടെ കൊച്ചിയിലൊരു കോളേജ് ഉണ്ടല്ലോ, സെൻറ്റ് ആൽബർട്ട്സ് ഏതൊരു കോളേജും പഴയ അതേപോലെയാണ്. കാരണം ഇതിപ്പോൾ ശരിക്കും നോക്കുമ്പോൾ പല പാറ്റേണിലാണ്. ഒന്ന് വൈറ്റ് ആണെങ്കിൽ ഒന്ന് കംപ്ലീറ്റ് റെഡ്, ഒന്നിങ്ങനെ റെഡും വൈറ്റും കൂടി അങ്ങനെ ഡിഫറെൻറ്റ് മോഡലിലാണ് പെയിൻറ്റിങ് വരുന്നത്. ഇതിൻ്റെ ഉള്ളിൽ തന്നെ ചായം വെള്ളമൊക്കെ കിട്ടുന്ന സ്ഥലമുണ്ട്. നമ്മൾ രാജാവ് വിളിച്ചിരുന്നു ഇതിൻ്റെ ഉള്ളിലുണ്ടെന്ന് പറഞ്ഞിട്ട്. കണ്ടോ അപ്പോൾ എന്തെങ്കിലുമൊക്കെ വല്ല സ്നാക്സോ വെള്ളം എന്തെങ്കിലും കിട്ടുമോ നോക്കട്ടെ. എന്തായാലും നടന്ന് അത്യാവശ്യം തളർന്നു പോയി. ആ കഫേയിലല്ല നമ്മളെ രാജാവ് ഉണ്ടായിരുന്നത്, വേറെ ഏതോ ഒരു കഫേന്നാണ് ഇപ്പോൾ വിളിച്ച് പറഞ്ഞത്. അപ്പോൾ ഇനി അത് തേടി നടക്കുകയാണ്. ഏകദേശം സ്ഥലം മനസ്സിലായിട്ടുണ്ട്, പക്ഷെ ഭയങ്കര ലോങ്ങാണ് നടക്കാൻ. നടന്ന് ഇപ്പോൾ ഒന്ന് ബാത്റൂമിലെല്ലാം കയറി ഒന്ന് ഫ്രഷായി. എന്താ ബിൽഡിംഗ് ഉണ്ടോ? അടിപൊളി ബിൽഡിങ്സാണ്. എനിക്ക് തോന്നുന്നു ഇപ്പോൾ പെയിൻറ്റ് ചെയ്താണ്, പണ്ടത്തെ പെയിൻ്റ് ഒന്നുമല്ല, ഇപ്പോൾ പെയിൻറ്റ് ചെയ്താണ്. ബിൽഡിങ് പഴയതാണ്, പക്ഷേ പെയിൻറ്റ് പുതിയതാണ്. നമ്മളിപ്പോൾ ഡൽഹിയിലാണ്. സമയം ഇപ്പം 5:30 ആയി. 5 മണിക്ക് ഇറങ്ങണം എന്ന് നമ്മൾ പ്ലാൻ ചെയ്തായിരുന്നു. അപ്പോൾ നമ്മളിപ്പോൾ ഇനിയിപ്പോൾ പോകാൻ നിൽക്കുന്നത് ഹരിയാന വഴി പഞ്ചാബിലേക്കാണ്. പഞ്ചാബിലെ അമൃത്സർ എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് പോകാൻ നിൽക്കുന്നത്. ഏകദേശം 470 കിലോമീറ്റർ ഉണ്ട്. അപ്പം രാവിലെ ഇറങ്ങി അത്ര ക്ഷീണം കുറയും, പെട്ടെന്ന് കവർ ചെയ്യാമെന്ന് വിചാരിച്ചായിരുന്നു. പക്ഷെ അറിയാമല്ലോ, ഇന്നലെ ഫുഡ് പോയ്സണൊക്കെ അടിച്ച് ആകെ സീനായി. മിനിഞ്ഞാന്ന് പോയ്സൺ അടിച്ചതാണ്. 2 ദിവസമായിട്ട് ഭയങ്കര ക്ഷീണമാണ്, ഫുഡൊന്നും കഴിക്കാൻ പറ്റുന്നില്ല. അപ്പം മയങ്ങിപ്പോയി. ഒരുവിധം എണീറ്റ് ചാടി കുളിച്ച് റെഡിയായി ഇങ്ങനെ ഇരിക്കുകയാണ്. നമ്മളെ രാജാവ് കുളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ റൂട്ട് എന്ന് പറഞ്ഞത് നോക്കുമ്പോൾ കുറച്ച് പ്രശ്നമുണ്ടെന്ന് തോന്നുന്നുണ്ട്. കുറച്ച് പണികൾ നടക്കുന്നുണ്ട്. പൊടിയും
റൂട്ടെല്ലാം തിരിച്ചു വിട്ടിട്ടുണ്ട്. അല്ല, നമ്മളെ എന്താ പറയുക, റോഡ് പണിയായതുകൊണ്ട് വേറെ കുഗ്രാമത്തിലൂടെയൊക്കെ തിരിച്ചു വിട്ടിട്ടുണ്ടെന്ന് കേൾക്കുന്നുണ്ട്. അപ്ഡേറ്റ്സ് എന്താണെന്നൊന്നും അറിയില്ല. നമ്മളെ ഗോവ ടു ബോംബെ റൂട്ടായിരുന്നു നമ്മൾ വന്നതിൽ ഏറ്റവും വേസ്റ്റ് ആയിട്ടുള്ളത്. പൊടിയും പിന്നെ ഏറ്റവും കൂടുതൽ കിലോമീറ്ററും അതേപോലെ തന്നെ ചൂടും എല്ലാമായിരുന്നു. അതേപോലെയാണെന്ന് തോന്നുന്നുണ്ട് ഇന്നത്തെ റൂട്ട്. അപ്പം എന്തായാലും നമുക്കിങ്ങനെ പോയി നോക്കാം എന്താണ് അവസ്ഥ എന്നുള്ളത്. അപ്പോൾ രാത്രിയോട് കൂടെങ്കിലും നമ്മൾ അമൃത്സറിൽ എത്തുമെന്നാണ് വിചാരിക്കുന്നത്. പിന്നെ അമൃത്സറിൽ അവിടെ ഒരു ഗുരുദ്വാര ഉണ്ട്. എല്ലാ ട്രാവലേഴ്സും അവിടെയാണ് സ്റ്റേ ചെയ്യാം. അവിടെ ഫ്രീ ആണ്, ഭക്ഷണം താമസമെല്ലാം ഫ്രീ ആണ്. അപ്പം അവിടെ പോയി താമസിക്കണം. അതൊക്കെയാണ് പ്ലാന്. ഓക്കെ, നോക്കാം എന്താവും ഇന്നത്തെ പരിപാടികളെന്ന്. നമ്മളെ റൂമിൻ്റെ പുറത്തുനിന്നുള്ള കാഴ്ചയാണിത്. രാവിലെ തന്നെ നല്ല റഷായിട്ടുണ്ട്. ഇത് തിരക്ക് കൂടുന്നതിൻ്റെ മുമ്പ് ഇറങ്ങാമെന്ന് വിചാരിച്ചായിരുന്നു. പക്ഷേ ഇവിടെ രാവിലെ തന്നെ അത്യാവശ്യം നല്ല തിരക്കാണ് കാണുന്നത്.